നല്ലവനും വല്ലഭനുമായ നമ്മുടെ ത്രിയേക ദൈവത്തിന്റെ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസിദാസന്മാർക്കും ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. ഒരുമിച്ച് നമുക്ക് തിരുമുഖത്തേക്ക് നോക്കുവാൻ ഇന്നും ദൈവം നൽകിയ അവസരങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. ദൈവം നമ്മെ അതാത് സ്ഥലങ്ങളിൽ കാക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് സഹസ്രാബ്ദത്തിന്റെ സവിശേഷതകൾ, ആത്മീയ സവിശേഷതകളും ഭൗതിക സവിശേഷതകളും. Spiritual nature and the material or physical nature of millennium, or the nature of millennium. Millennial rule of Christ was our key theme. We studied for a couple of days. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വിഷയങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ആ വിഷയങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടായി. നമ്മൾ ഒടുവിൽ പ്രത്യേക സംശയങ്ങളൊന്നുമില്ല എന്ന നിലയിലാണ് അവസാനിപ്പിച്ചത് എന്നതുകൊണ്ട് ആ ഭാഗം ഇന്ന് വിടുകയാണ്. അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നും കൂടെ നമ്മൾ വായിച്ചു വരുന്ന പ്രധാനപ്പെട്ട ആ ഭാഗം വെളിപ്പാട് 20-ന്റെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടരാം. I saw thrones on which were seated those who had been given authority to judge. And I saw the souls of those who had been beheaded because of their testimony for Jesus and because of the word of God. They had not worshipped the beast or his image and had not received his mark on their foreheads or their hands. They came to life and reigned with Christ for 1,000 years. They reigned with Christ for 1,000 years. അവർ ജീവിച്ചെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. ഇതാണ് നമ്മുടെ 1000 ആണ്ട് വാഴ്ച എന്ന പഠനത്തിന് ആധാരമായിട്ടുള്ള വചനം. 1000 ആണ്ട് എന്ന പദപ്രയോഗത്തിൽ. So this is the very basis for the study of millennial kingdom. Jesus reigning for 1,000 years and the resurrected saints also with him. യേശു ക്രിസ്തു 1000 ആണ്ട് വാഴുന്നു. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും 1000 ആണ്ട് വാഴുന്നു. ഇതാണ് ഈ പഠനത്തിന്റെ ആധാരം. 1000 ആണ്ട് എന്ന് നമ്മൾ ആ ഒരു സംഖ്യ കാണുന്നില്ലെങ്കിലും 1000 ആണ്ടിന്റെ വളരെ വിശാലമായ ഒരു വിവരണവും അതിനെപ്പറ്റിയുള്ള പ്രവചനങ്ങളും പഴയ നിയമഭാഗങ്ങളിൽ പലയിടത്തും നമ്മൾ കണ്ടു. ഉൽപ്പത്തി മുതലേ നമ്മൾ അത് കാണുകയുണ്ടായി. പ്രവാചക പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ വളരെ വിസ്തൃതമായും വിശാലമായും, പ്രത്യേകിച്ച് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, മീഖ, സഫന്യാവ്, ആമോസ്, സഖരിയാവ്, പിന്നെ മലാഖിയും ഒക്കെ ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശാലമായി പ്രവചിച്ചത് നമ്മൾ കണ്ടു. ധാരാളം വാക്യങ്ങൾ, സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ പല വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ വീതം ഒഴികെ മറ്റൊന്നും വായിച്ചില്ല എന്ന് മാത്രം. എന്നാൽ അത് വ്യക്തിപരമായ പഠനത്തിൽ നമ്മൾ വായിക്കണം, വായിച്ച് അത് കുറെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. സമയം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ആ വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കാഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാൻ ഒക്കത്തില്ലല്ലോ. എന്നിട്ടും
നമ്മൾ ഒത്തിരി സ്ലോ ആയിട്ടാണ് പോകുന്നതെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളുടെ വിശാലമായ വായനയിലേക്കും വ്യാഖ്യാനത്തിലേക്കും നമുക്ക് പോകുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ ആ ആശയത്തിന്റെ പിൻപിലുള്ള ഭാഗങ്ങളാണ്, റെഫറൻസുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. സ്തോത്രം. അപ്പോൾ ഇനിയും ആ ഭാഗങ്ങളിൽ മറ്റ് സംശയങ്ങൾ ഒന്നുമില്ല എങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്തെങ്കിലും നമ്മൾ ഇതുവരെ പഠിച്ച വിഷയങ്ങളിൽ വിശദീകരണം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നും ഇല്ല എന്ന് തന്നെ നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. സ്തോത്രം. എങ്കിൽ ഇനി നമുക്ക് നോക്കുവാനായിട്ടുള്ളത്, ഒരു വേദപഠിതാവ് പറയുന്ന ചില കാര്യങ്ങളെ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. സം ഓൾഡ് ടെസ്റ്റമെന്റ് എക്സാമ്പിൾസ് ഓഫ് ദ മില്ലേനിയം. പഴയ നിയമത്തിൽ നമുക്ക് കാണുന്ന ചില നിഴലുകൾ, ഈ 1000 ആണ്ട് വാഴ്ചയുടെ പഴയ നിയമ നിഴലുകൾ. സം ഷാഡോസ്, ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഷാഡോസ് ഫോർ ദ മില്ലേനിയം ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്കുള്ള പഴയ നിയമ നിഴലുകളിൽ ചിലത് നമുക്ക് ഒന്ന് നോക്കാം എന്ന് കരുതുകയാണ്. സ്തോത്രം. ഒരു ബൈബിൾ ഡിക്ഷണറിയിൽ ഞാൻ വായിച്ച അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൽ അദ്ദേഹം 5-6 കൂട്ടം കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമത്, ഇറ്റ്സ് സാബത്ത്, ശബത്താണ്. ശബത്ത് നമുക്കറിയാം, ഇസ്രായേലിന്റെ 7 വാർഷിക ഉത്സവങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു സാപ്താഹിക ഉത്സവം ഉണ്ടായിരുന്നു. There were 7 annual festivals for Israel, but one weekly festival was there, that is Sabbath. നമ്മൾ പൊതുവെ ഇസ്രായേലിന്റെ ഉത്സവങ്ങൾ എന്ന് പഠിക്കുമ്പോൾ 7 വാർഷിക ഉത്സവങ്ങളെയാണ് മനസ്സിലാക്കുക. ആ വാർഷിക ഉത്സവങ്ങൾ, ആനുവൽ ഫെസ്റ്റിവൽസിനോടൊപ്പം തന്നെ വീക്ക്ലി ഫെസ്റ്റിവലായി, ആഴ്ചതോറുമുള്ള ആഘോഷമായിട്ട്, ഉത്സവമായിട്ടുള്ളതായിരുന്നു ശബത്ത്. നമുക്കറിയാം, എല്ലാ ആഴ്ചയും ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികൾ എല്ലാം ചെയ്തു. 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ ഒരിക്കൽ സ്വസ്ഥത എന്ന അർത്ഥമുള്ള ശബത്ത് ആചരണം ഉണ്ടായത്. ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മൾ അത് കാണുന്നു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. God took rest from all the labors he was doing for 6 days in relation with creation, and that 7th day is called rest or Sabbath. നമുക്കത് അറിയാം. ഇന്നും ശബത്താചരണം ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്ന ശാബതുകാരുണ്ട്. എന്നാൽ അവർ ഒരു ഹെററ്റിക്കൽ ഗ്രൂപ്പാണെന്ന്, ഒരു കൾട്ടാണെന്ന് നമ്മൾക്കറിയാം. ശബത്തുകാർ, 7th ഡേ അഡ്വന്റിസ്റ്റ്, അവര് വളരെ ശക്തമായ ഒരു വിഭാഗമാണ്. ക്രൈസ്തവ വിഭാഗമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും സത്യത്തിൽ അവര് ക്രൈസ്തവരല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പക്ഷെ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ ശബത്താചരണം ഒടുവിൽ സൃഷ്ടിയിൽ തന്നെ ദൈവം അത് വെച്ചിരുന്നു. നമ്മുടെ ദൈവത്തിന്റെ നീതി നോക്കിയാൽ
മൃഗങ്ങൾക്ക് പോലും ആഴ്ചയിൽ ഒരു ദിവസം അവധി. മിണ്ടാപ്രാണികൾക്ക് പോലും ആഴ്ചയിൽ ഒരു ദിവസം അവധി. 6 ദിവസം കാളയും കഴുതയും ഒക്കെ പണിയെടുത്തു. പക്ഷെ 7-ാം ദിവസം അവയ്ക്കും അവധിയാണ്. പോട്ടെ, അതിന് ജീവൻ ഉണ്ടെന്നെങ്കിലും പറയാം. ജീവൻ പോലും ഇല്ലാത്ത, ബാക്കി പറയാമോ? ഫീൽഡ്, ഭൂമിക്ക് പോലും ദൈവം 7-ാം വർഷം ശബത്ത് കൽപ്പിച്ചിരുന്നു. 6 വർഷം കൃഷി ചെയ്തോണം, 7-ാം വർഷം ഭൂമി ശബത്ത് ആചരിക്കണം. അപ്പൊ ദൈവം ഇതിൽ നിന്നെല്ലാം പറഞ്ഞത് സ്വസ്ഥത എന്നുള്ളതാണ്. സ്വസ്ഥത എന്നുള്ളതാണ്. ദ വേർഡ് മീൻസ് റെസ്റ്റ്. സാബത്ത് എന്ന പദത്തിന്റെ അക്ഷരീയമായ അർത്ഥം റെസ്റ്റ് അഥവാ വിശ്രമം എന്നുള്ളതാണ്. വിശ്രമം എന്നുള്ളതാണ്. നമ്മള് പഴയ നിയമത്തിൽ നോക്കിയാൽ ഏതാണ്ട് 4 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നുണ്ട്. ദ റെസ്റ്റ്, ഈ വിശ്രമം അഥവാ ശബത്ത്, 6 ദിവസത്തെ പണി ജോലിക്ക് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക എന്ന ഒരു കൽപ്പനയുണ്ട്. രണ്ടാമത്, ആഫ്റ്റർ 6 വർക്ക് വീക്സ്, 6 ആഴ്ചത്തെ അധ്വാനത്തിന് ശേഷം വിശ്രമം അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 6 മാസങ്ങളുടെ പ്രവർത്തന ശേഷം 7-ാം മാസം, അത് കഴിഞ്ഞിട്ട് 6 വർഷം കഴിയുമ്പോൾ 7-ാം വർഷം സ്വസ്ഥത. മനസ്സിലാവുന്നുണ്ടല്ലോ? 7-ാം ദിവസം, 7-ാം ആഴ്ച, 7-ാം മാസം, 7-ാം വർഷം. റെഫറൻസുകൾ കൂടെ വേണമെങ്കിൽ പറയാം. ഒന്ന്, ആഫ്റ്റർ 6 days works there was supposed to be a rest. 6 ദിവസത്തെ പ്രവർത്തന ശേഷം 7-ാം ദിവസം ഉള്ള സ്വസ്ഥതയെ കുറിച്ചാണ് നാം കാണുന്നത്. എക്സോഡസ് ചാപ്റ്റർ 20, 8-11. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. ഓൾസോ ലെവിറ്റിക്കസ് 23 verse 3. ലേവ്യ 23-3. വേറെയും ഭാഗങ്ങളുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ളത് ഇത്രയേ ഉള്ളൂ. 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷം. You can read Leviticus 23:3. ലേവ്യ 23-3. There are 6 days when you may work, but the 7th day is a Sabbath of rest, a day of sacred assembly. You are not to do any work. Wherever you live, it is a Sabbath to the Lord. 6 ദിവസത്തെ പ്രവർത്തന ശേഷം 7-ാം ദിവസം വിശ്രമം. ലെവിറ്റിക്കസ് അതേ അധ്യായം 15-16 വാക്യങ്ങൾ, 15 and 16. വേഗം വേഗം വായിച്ചാട്ടെ. When a man has an emission of semen, he must bath his whole body with water, and he will be unclean till evening. 23, 15, 16. From the day after the Sabbath, the day you brought the sheaf of wave offering, count of 7 full weeks. Count of 50 days up to the day of after the 7th Sabbath, and then present an offering of new grain to the Lord. After 6 weeks, 6 ആഴ്ചയ്ക്ക് ശേഷമുള്ള വിശ്രമത്തെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. 24, 25.
Say to the Israelites, on the first day of the 7th month, you are to have a day of rest, a sacred assembly commemorated with trumpet blast. 6 മാസങ്ങൾക്ക് ശേഷം 7-ാം മാസത്തിലെ വിശ്രമത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഉപവാസവുമായി ബന്ധപ്പെട്ടും ഈ ഭാഗങ്ങൾ പഠിച്ചതാണ്. 25-ന്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ, 25 verses 2 to 5. Speak to the Israelites and say to them, when you enter the land I am going to give you, the land itself must observe a Sabbath to the Lord. For 6 years sow your fields, and for 6 years prune your vineyards and gather their crops. But in the 7th year the land is to have a Sabbath of rest, a Sabbath to the Lord. Do not sow your fields. അവിടെ കണ്ടോ, 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം ശബത്ത് ആചരിക്കുക. അപ്പൊ ഇങ്ങനെ 6 ദിവസശേഷം 6, അതായത് 7-ാം ദിവസം, 7-ാം ആഴ്ച, 7-ാം മാസം, 7-ാം വർഷം എന്ന നിലയിൽ വിശ്രമം. ഈ വിശ്രമം, ഈ ശബത്തുകൾ എന്തിന് മുൻകുറിയാണെന്നാണ് പറയപ്പെടുന്നത്? യേശുക്രിസ്തുവിനോട് കൂടെ ഈ ഭൂമിയും അന്നുള്ള ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന 1000 ആണ്ട് വാഴ്ചയുടെ മുൻകുറിയായിട്ടാണ് ഈ വിശ്രമ നാളുകളെ പരിഗണിക്കുന്നത്. ഇതൊരു ഉപദേശമല്ല, ഒരു പഠനത്തിന്റെ ഭാഗം മാത്രമാണ്. തള്ളിക്കളയേണ്ടവർക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. എന്നാൽ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ഈ ഭാഗം നോക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. 2, so first one is the Sabbath, and second shadow of the millennium is the Jubilee year, യോവേൽ സംവത്സരം. അതും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഒരു മുൻകുറി, ഒരു നിഴൽ. യോവേൽ സംവത്സരം. 25-ാം അധ്യായം ലേവ്യ 10, 11, 12. Leviticus 25, 10 to 12. You will still be eating last year's harvest when you will have to move it out to make room for the new. I will put my dwelling place among you, and I will not abhor you. I will walk among you and be your God, and you will be my people. യോവേൽ സംവത്സരം എന്ന് നമ്മുടെ ഇടയിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം കേൾക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് യോവേൽ സംവത്സരം. അന്യാധീനപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു നിയമമായി നാം അതിനെ അവിടെ കാണുന്നു. അവിടെ നമ്മൾ കാണുന്നത് 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അതിനെ എന്താ വിളിക്കുന്നത്? യോബേൽ സംവത്സരം. ഒരു വിമോചന വർഷം. അവിടെ എഴുതിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം.
ഓക്കെ, അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. അന്ന് എന്താ സംഭവിക്കേണ്ടത്? നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. സോ ജൂബിലി ഇയർ, ഇറ്റ് ഈസ് appointed for Israelites to return to their patriarchal inheritance. തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേണ്ടി ദൈവം നിയമിച്ചിട്ടുള്ള വർഷത്തെയാണ് യോവേൽ സംവത്സരം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, വളരെ നമുക്കൊക്കെ ഏറ്റവും പരിചയമുള്ള ഒരു സംഭവമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ. അത് യോവേൽ സംവത്സര കണക്കിലല്ല പറഞ്ഞിരിക്കുന്നതെങ്കിൽ കൂടെ തത്വം അതാണ്. തങ്ങൾക്ക് അന്യാധീനപ്പെട്ടു പോയ ഒരു വസ്തു, അവകാശം, ഇൻഹെറിറ്റൻസ്, that a family lost an inheritance or family wealth in those days were their field. So that was lost. They had to sell it out. They were unable to get it back on the 7th year. Now they have to wait until the Jubilee year. That means after 7 sevens, after 49th year. Jubilee year means 50th year. Jubilee year means the year of returning to the patriarchal inheritance. ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ 50-ാം വർഷം. അതായത് തങ്ങളുടെ പിതൃ സ്വത്തിലേക്ക് അല്ലെങ്കിൽ പിതൃ അവകാശം തിരികെ പ്രാപിക്കുന്ന വർഷം. എനിക്ക് എൻ്റെ കഷ്ട സമയത്ത് എൻ്റെ സമ്പത്തൊക്കെ വിൽക്കേണ്ടി വന്നു. അത് സപ്പോസ് ബാബുവങ്കിളാണ് വാങ്ങിയത്. ബാബുവങ്കിൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളല്ല, പുറത്തുള്ള ഒരാൾക്കാണ് ഞാനത് വിറ്റത്. ഈ 49 വർഷം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കും അത് ബാബുവങ്കിളിന് വില കൊടുത്ത് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയെങ്കിൽ 50-ാമത്തെ വർഷം അത് തിരികെ നൽകണമെന്നാണ് നിയമം. 50-ാമത്തെ വർഷം അതാണ് നാം ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. അത് വസ്തു അന്യാധീനപ്പെട്ടാലും വ്യക്തികൾ ദാസ്യത്വത്തിലേക്ക് പോയാലും ഉള്ള നിയമമാണ്. താന്റെ കുടുംബത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങി വരണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിളവ് കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് യോബേൽ സംവത്സരമാണെന്നു. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. So this returning to the fatherly wealth, family and restoration is the meaning of this Jubilee year, and this is a shadow, a foreshadow for the redemption even of the earth, even of the creation,
as per Romans 8:18 following, during the time of Christ's millennium. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് റോമർ 8:18 വാക്യം മുതൽ നമ്മൾ വായിച്ചിട്ടുള്ളത് പോലെ എല്ലാ സൃഷ്ടികൾക്കും ലഭിക്കുന്ന അന്തിമമായ വീണ്ടെടുപ്പിന്റെ ഒരു മുൻകാല ദൃശ്യമാണ്, ഒരു നിഴലാണ് ഈ പറയുന്ന യോവേൽ സംവത്സരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോവേൽ സംവത്സരം എന്ന് മനസ്സിലാക്കാം. ഇതുകൊണ്ടാണ് ഇത് ഒരു മുൻകുറി എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. വ്യക്തമാണോ? സ്തോത്രം. 3, മൂന്നാമത്തേത് ദ ടാബർനാക്കിൾ, സമാഗമന കൂടാരം. അതെങ്ങനെയാ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻകുറിയാകുന്നത്, പ്രതീകമാകുന്നത്? How does the tabernacle become a shadow or an example or a pattern for the millennial kingdom of Christ? ടാബർനാക്കിളിലെ സമാഗമന കൂടാരത്തിലെ പ്രധാനപ്പെട്ട ഘടകം എന്താ? What is the important feature of tabernacle? എന്തെങ്കിലും ഒന്നുകൂടെ പറയാമോ? വ്യക്തമായില്ല എനിക്ക്. തിരുനിവാസം. തിരുനിവാസം, അതെ. ദൈവ സാന്നിധ്യം, the Shekinah, the presence of God. Stotram. Yeah, the God residing and only on the Holy of Holies. God in the midst of the people. Tent of meeting. Meeting between God and his people. സമ ആഗമന കൂടാരം, അതിന്റെ പേര് തന്നെ കേട്ടില്ലേ? ദൈവം തൻ്റെ ജനവുമായി സന്ധിക്കുന്ന, സംവദിക്കുന്ന സ്ഥലം. സമ ആഗമനം. സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രധാന ഘടകം തിരുനിവാസമാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവമഹത്വമാണ്. The glory of God, the Shekinah of God. 1000 ആണ്ട് വാഴ്ചയിലെ ഏറ്റവും പ്രധാന ഘടകമായി നമ്മൾ പഠിച്ചതും അത് തന്നെയാണല്ലോ. God with them, Emmanuel. ദൈവം അവരോട് കൂടെ. ദൈവ സാന്നിധ്യമാണ് സമാഗമന കൂടാരത്തിലെ പ്രധാന ഘടകമെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലും അങ്ങനെ തന്നെ നാം അത് കാണുകയുണ്ടായി. എക്സോഡസ് 25:8, 25:8 പുറപ്പാട് പുസ്തകം. വേഗത്തിൽ എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സ്തോത്രം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ, വേറൊന്നിനുമല്ല. ആകാശത്തിലും ഭൂമിയിലും ഒന്നും ഒതുങ്ങുന്നവനല്ല ദൈവം. എങ്കിലും ദൈവത്തിന് അവരോട് കൂടെ തന്റെ ജനത്തിന്റെ നടുവിൽ വസിപ്പാൻ പ്രസാദമാകുന്നു. സ്തോത്രം. 4, the Feast of Tabernacles. The Feast of Tabernacles is the 4th one, the 4th shadow of millennium.
സഹസ്രാബ്ദ വാഴ്ചയുടെ 4ാമത്തെ പഴയ നിയമ പ്രതീകമാണ് കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ. Leviticus 23:34-42. ലേവ്യ പുസ്തകം 23:34 മുതൽ 42 വരെ. നമുക്കതും അറിയാം. ഇസ്രായേൽ മക്കൾ ആചരിക്കേണ്ടിയിരുന്ന 7 വാർഷിക ഉത്സവങ്ങളിൽ അവസാനത്തേതാണ് കൂടാരപ്പെരുന്നാൾ. This was the 7th of the annual festivals ordained to Israel. എന്തിനു വേണ്ടിയായിരുന്നു നമുക്കറിയാമല്ലോ. As a remembrance of the wilderness journey of Israel from Exodus to conquest of the land. പുറപ്പാട് മുതൽ വാഗ്ദത്ത ദേശം കൈവശമാക്കുന്നത് വരെയുള്ള 40 വർഷത്തെ മരുഭൂയാത്രയുടെ ഓർമ്മയ്ക്ക് വേണ്ടി. മരുഭൂയാത്രയിലെയും ഏറ്റവും പ്രധാന ഘടകം എന്തായിരുന്നു? God staying with them. ദൈവം അവരോട് കൂടെ വസിക്കുന്നത്. പകൽ മേഘസ്തംഭം അവർക്ക് തണലായി കുട പോലെ വിരിച്ചു നിന്നു. Praise God. In addition to the ozone layer, they had the cloud of God's presence as their protection. In the nights, God's presence gave them light. ഇന്നത്തെ പോലെ ഓസോൺ പാളികൾക്കൊന്നും പ്രശ്നമില്ലാതിരുന്ന കാലമാണെന്ന്. എന്നിട്ടും കൂടെ ഓസോൺ പാളികൾക്ക് പുറമെ ദൈവം ഇസ്രായേലിന് പകലുകളിൽ ഒരു മേഘ സംരക്ഷണം നൽകി. തണൽ. രാത്രിയിൽ അവർക്ക് മരുഭൂമിയിൽ സോളാർ പാനലൊന്നും വേണ്ട. ദൈവത്തിന്റെ സാന്നിധ്യം അഗ്നിത്തൂണായി, അഗ്നിസ്തംഭമായി അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ കൂടാരപ്പെരുന്നാൾ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ദൈവത്തോടു കൂടെ വസിക്കുന്ന ഏതാണ്ട് ഒരാഴ്ചത്തെ ആഘോഷം. അതും സഹസ്രാബ്ദത്തിൽ കർത്താവ് തൻ്റെ ജനത്തോടു കൂടെ വസിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം. അഞ്ചാമത്തേത് the promised land, entering or conquesting or conquering the promised land. വാഗ്ദത്ത ദേശം അവകാശമാക്കൽ. വാഗ്ദത്ത ദേശം അവകാശമാക്കൽ. അത് നമ്മൾ കാണുന്നത് ഡ്യൂട്ടറോണമി 6:3, ആവർത്തന പുസ്തകം 6:3. ഓൾസോ ഹീബ്രൂസ് ചാപ്റ്റർ 4, എബ്രായ ലേഖനം 4:1 മുതൽക്കുള്ള വാക്യങ്ങൾ തന്നെ നാം കാണുന്നുണ്ട്. നമുക്കും അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. നമുക്ക് ഉള്ളത് നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 4:8-10, 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് വായിച്ചോളൂ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. 1-ാം വാക്യം മുതലേ അപ്പോസ്തലൻ അക്കാര്യം പറയുന്നു. 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു യോശുവ
ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട്ടിൽ ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വസ്ഥത അല്ലെങ്കിൽ ശബത്ത് അനുഭവം നൽകിയില്ല. ആ അനുഭവം നമുക്ക് ശേഷിച്ചിരിക്കുന്നു. വാഗ്ദത്ത നാട്ടിൽ എത്തി അവർ സ്വസ്ഥത അനുഭവിക്കുന്നത് പോലെ, സമൃദ്ധി അനുഭവിക്കുന്നത് പോലെ, ആ സ്വസ്ഥതയും സമൃദ്ധിയും ജനം അനുഭവിക്കുന്നത് എപ്പോഴായിരിക്കും? യേശുക്രിസ്തു രാജാവായി വാഴുമ്പോൾ. അതുകൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഇസ്രായേലിന്റെ പ്രവേശനം, ആ നാടിനെ അവകാശമാക്കലൊക്കെ ഈ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഒരു മുൻകുറിയായി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. People, as they entered into the promised land, they experienced a rest. They experienced peace, security, prosperity, abundance, fearlessness. Having attained what they longed for a long, ഏറെ നാളുകളായി, വർഷങ്ങളായി അവർ ആഗ്രഹിച്ച ആ വിശ്രമത്തിലേക്ക് അവർ എത്തിച്ചേരുന്ന, അവർ സ്വസ്ഥതയും സമ്പൽ സമൃദ്ധിയും അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്, ഒരവസ്ഥയാണ് വാഗ്ദത്ത നാട്. അതുപോലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു രാജാവായി ഭരിക്കുന്ന സഹസ്രാബ്ദത്തിൽ എല്ലാവർക്കും, അതിൽ പ്രവേശിക്കുന്ന ഏവർക്കും എന്നാണ് അർത്ഥം, എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാം വേണ്ടുവോളം അനുഭവിപ്പാൻ കഴിയുന്നതായി നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ല. എങ്കിൽ ശരി, ആറാമത്തേത്. The reign of Solomon also was a foreshadow for this reign of Christ. ശലോമോൻ രാജാവിന്റെ ഭരണവും ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിന് ഒരർത്ഥത്തിൽ നിഴലായിട്ട് നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളും എടുക്കരുത് ശലോമോന്റെ. എന്നാൽ നമ്മളിവിടെ ഒരു താരതമ്യ പഠനം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശലോമോന്റെ ഭരണം അതിലേതാണ്ടൊരു 5 കാര്യങ്ങളുണ്ട്. ശലോമോന്റെ ഭരണം യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ഒരു പ്രതീകമാണ്. 5 അർത്ഥങ്ങളിൽ. ഒന്ന്, the vastness or the broadness of the kingdom. ശലോമോന്റെ കാലത്താണ് ഏറ്റവും വിസ്തൃതമായ ഒരു ദേശം ഇസ്രായേലിനുണ്ടായിരുന്നത്. സ്തോത്രം. Because of the vastness of his kingdom, the broadness of his kingdom. 1 Kings 4:21, 1 രാജാക്കന്മാർ 4:21 വാക്യം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. നദി മുതൽ ഫെലിസ്ത്യ ദേശം വരെയും മിസ്രയീമിന്റെ അതിർ വരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. ശലോമോന്റെ വിസ്തൃതമായ സാമ്രാജ്യം. അതുപോലെ ഒന്ന്, ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദേശം മുഴുവനും കിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിലായിരിക്കും. കൂടാതെ അന്നത്തെ രാജ്യം
അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരു രാജ്യവും ഉണ്ടാവില്ല. നമ്മള് ലോക സാമ്രാജ്യങ്ങളായി മിസ്രൈമിനെയും അശ്ശൂരിനെയും ബാബിലോണിനെയും തുടങ്ങി റോം വരെ ഉള്ളതിനെ, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ബ്രിട്ടനെ വരെ നമ്മൾ കാണുന്നു. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന നിലയിൽ ലോക സാമ്രാജ്യങ്ങളായി. അപ്പോഴും നമുക്കറിയാം ചില ചെറിയ ചെറിയ രാജ്യങ്ങളെങ്കിലും ഇവരുടെ അധികാരത്തിന് പുറത്തു നിന്നിരുന്നു, ഇവരോട് വിധേയത്വം കാണിക്കാതെ നിന്നിരുന്നു, ഇവരോട് മറുത്തുകൊണ്ട് നിന്നിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഭരണത്തിലോ കർത്താവിന്റെ ഭരണ പരിധിക്ക് പുറത്തുള്ള ഒരു ചെറു ദ്വീപ് പോലും ഉണ്ടാവില്ല. Even there won't be a little island which would be out of Christ's kingdom. ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന് പുറത്തായിട്ട് ഒരു രാജ്യവും ഒരു ചെറു ദ്വീപ് പോലും കാണില്ല. സ്തോത്രം. അപ്പൊ ശലോമോന്റെ വിശാലമായ സാമ്രാജ്യം യേശുക്രിസ്തുവിന്റെ ലോക സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. 2, because of its security during the time of Solomon. ശലോമോന്റെ കാലത്തുണ്ടായിരുന്ന സുരക്ഷ, ശലോമോന്റെ കാലത്തെ സുരക്ഷ. 4:25 ഫസ്റ്റ് കിങ്സ് 4:25, 1 രാജാക്കന്മാർ 4:25 വാക്യം. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രായേലും ദാൻ മുതൽ ബേർഷേബ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു. നിർഭയത, സെക്യൂരിറ്റി. ശലോമോന്റെ കാലത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആർക്കും എവിടെയും താമസിക്കാൻ, അവനവന്റെ അവകാശത്തിൽ നിർഭയതയോടെ സ്വസ്ഥതയോടെ വസിക്കാമായിരുന്നു. നമ്മളത് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലും കണ്ടു. പ്രൊട്ടക്ഷൻ, എല്ലാ നിലയിലുമുള്ള സംരക്ഷണം. പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, യുദ്ധായുധങ്ങൾ വേണ്ട, വേറെ ഒരു സെക്യൂരിറ്റിയും വേണ്ട. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ, സംരക്ഷണത്തിന്റെ, സുരക്ഷയുടെ പ്രതീകമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. 3, മൂന്നാമത്തെ പ്രത്യേകത, because of the fame of the kingdom, the fame of the kingdom. രാജ്യത്തിന്റെ കീർത്തി, രാജാവിന്റെയും രാജ്യത്തിന്റെയും കീർത്തി, ഫെയിം. നമുക്കറിയാം ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ, ശലോമോൻ പണിത കൊട്ടാരം കാണാൻ, ദേവാലയം കാണാൻ ഒക്കെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും രാജാക്കന്മാരും രാജ്ഞികളും മഹത്തുക്കളും ഒക്കെ എത്തുക പതിവായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്തെ കീർത്തിയോ അതിനേക്കാൾ അപ്പുറമായിരിക്കും. ലോകമെമ്പാടും, അന്നുള്ള ഭൂമി മുഴുവനും നമ്മുടെ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഫസ്റ്റ് കിങ്സ് 10:7, 1 രാജാക്കന്മാർ 10:7 വാക്യം. ഞാൻ വന്ന് എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ പ്രമാണം വിശ്വസിച്ചില്ല. പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു. ശബാരാജ്ഞിയുടെ വാക്കുകൾ നമുക്കറിയാമല്ലോ. ഞാൻ വന്നു കണ്ടപ്പോൾ കേട്ടതൊന്നുമില്ലെന്നും മനസ്സിലായി. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്,
have more than you show and know more than you speak. നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. നിങ്ങൾ പുറമെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കൈവശമുള്ളവരായിരിക്കണം. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, തെക്കൻ കേരളത്തിലുള്ളവരെ വഴിയിൽ കാണണം, വടക്കൻ കേരളത്തിലുള്ളവരെ വീട്ടിൽ കാണണം. കാരണം തെക്കൻ കേരളത്തിലുള്ളവര് ഒന്നും ഇല്ലെങ്കിലും ഉടുത്തൊരുങ്ങി പുറമെ ഭയങ്കരമായിട്ട് കാണിക്കും. വീട്ടിൽ പോലൊന്നും കാണത്തില്ല, റോഡിൽ വെച്ച് കാണുന്നവരെ ഭയങ്കര ടിപ്പ് ടോപ്പിൽ പെർഫ്യൂം ഒക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും. വീട്ടിൽ പോയാലൊന്നും കാണത്തില്ല. അതേസമയം വടക്കുള്ളവരങ്ങനല്ല, ഇഷ്ടംപോലെ സ്വത്തുള്ളവരാണ്. പക്ഷേ അവർ വലിയ പത്രാസൊന്നും കാണിക്കത്തില്ല. കണ്ടാൽ വലിയ കാര്യമായിട്ടൊന്നും ഉള്ളവരാണെന്ന് തോന്നത്തില്ല. അങ്ങനെ ഒരു പറച്ചില് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ശലോമോനെ കുറിച്ചുള്ള കീർത്തി രാജ്ഞി കേട്ടു. അത് ഭയങ്കരമാണെന്നും പറഞ്ഞാ വന്നത്. വന്നപ്പം മനസ്സിലായി കേട്ടതൊന്നുമില്ല, അതിനേക്കാൾ ഒത്തിരി ഉണ്ടെന്ന്. അപ്പോൾ കീർത്തി ശലോമോന്റേത് ലോകമെമ്പാടും പരന്നിരുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ രാജവാഴ്ചക്കാലത്ത് നമ്മുടെ കർത്താവിൻ്റെ കീർത്തിയും ഭൂമിയുടെ അറ്റത്തോളവും ചെല്ലും. ആ അർത്ഥത്തിലും ശലോമോന്റെ ഭരണം യേശുക്രിസ്തുവിന്റെ ഭരണത്തിന് ഒരു പ്രതീകമായി നിലനിൽക്കുന്നു. അടുത്തത്, because of the riches of his kingdom. Because of the riches of his kingdom. ശലോമോൻ രാജാവിന്റെ കാലത്തെ സമ്പത്ത് ഒടുവിലൊക്കെ വന്നപ്പോഴത്തേക്കിനും പാപ്പരായി. എന്നാൽ അവന്റെ സാമ്രാജ്യത്തിന്റെ ഉത്തുംഗതയിൽ നിന്നപ്പോഴത്തെ സമ്പത്ത്, സമ്പൽ സമൃദ്ധി, the richness, the wealth. 1 രാജാക്കന്മാർ 10:27, 10:27, First Kings. രാജാവ് യെരൂശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയും ആക്കി. സ്തോത്രം. കേട്ടോ, വെള്ളിയും താമ്രവും പൊന്നുമൊക്കെ അക്കാലത്ത് കല്ലും മണ്ണും പോലെയായിരുന്നു. അത്രയ്ക്ക് സമൃദ്ധിയായിരുന്നു. അതുപോലെ നമ്മുടെ കർത്താവിന്റെ സമയത്തെ പ്രോസ്പെരിറ്റിയെ കുറിച്ച് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പഠിച്ചല്ലോ. സ്തോത്രം. കർത്താവിന്റെ ഭരണം ഈ ലോകത്തിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ സമൃദ്ധി, എല്ലാറ്റിൻ്റെയും പെരുമ, എല്ലാറ്റിൻ്റെയും വർധനവ് നമ്മൾ കണ്ടു. മറ്റൊന്നാണ് the wisdom, the great wisdom. ശലോമോന്റെ കാലത്തെ മറ്റൊരു പ്രത്യേകതയാണ് ശലോമോന്റെ ജ്ഞാനം. ശലോമോന്റെ ജ്ഞാനം. അത് നാം കാണുന്നത് 1 രാജാക്കന്മാർ 4:29, First Kings 4:29 and 34, 29-34. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു.
ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ സ്തോത്രം. ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമല്ലല്ലോ. ശലോമോൻ മഹാജ്ഞാനിയായിരുന്നു. യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ അങ്ങ് ദൂരെ ദൂരെ നിന്നും രാജാക്കന്മാർ വന്ന കാര്യം പ്രത്യേകിച്ച് ശേബാരാജ്ഞിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. സ്തോത്രം. അപ്പം ജ്ഞാനസമ്പൂർണത ശലോമോനേക്കാൾ ജ്ഞാനിയായവൻ, ശലോമോനേക്കാൾ വലിയവൻ കർത്താവായ യേശു. ആ കർത്താവിൻ്റെ 1000 ആണ്ട് ഭരണം ജ്ഞാനസമ്പൂർണത കൊണ്ട് നിറയപ്പെട്ടിരിക്കും. ഇങ്ങനെ ശലോമോന്റെ ഭരണവും യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന് ഒരു പ്രതീകമായിട്ട് നിലനിൽക്കുന്നു. ഇങ്ങനെ ശബത്ത് തുടങ്ങി ശലോമോൻ രാജാവിന്റെ ഭരണം വരെയുള്ള കാലഘട്ടങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയോട് ഉപമിച്ച് പഠിക്കുവാൻ പറയുവാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ശരി, ഒന്നുമില്ല എങ്കിൽ നമുക്ക് മറ്റൊരു കൊച്ചു കാര്യം കൂടെ നോക്കിയിട്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിർത്താം. ഇതുവരെ ഉള്ളതിൽ ചോദ്യങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് നോക്കാം. ദ സിറ്റിസൺസ് ഓഫ്, നമ്മൾ അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് അധിക സമയം നമുക്ക് വേണ്ടി വരില്ല. ദ സിറ്റിസൺസ് ഓഫ് മില്ലേനിയൽ കിങ്ഡം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഇപ്പം നോക്കുന്നത് മാത്രമേ ഉള്ളൂ. സഹസ്രാബ്ദ വാഴ്ചയിലെ പൗരന്മാരാരല്ല? ദ സിറ്റിസൺസ്. അതിൽ ഒന്നാമത് നമ്മൾ കാണേണ്ടത് അവിടുത്തെ പൗരന്മാരാരായിരിക്കില്ലെന്നുള്ളതാണ്. Negatively speaking, who will not be citizens of Christ millennium? ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിൽ പൗരന്മാരായിരിക്കാൻ, അതിൽ പ്രവേശിപ്പാൻ എല്ലാവർക്കും സാധിക്കുമോ? ഇല്ല. നമ്മൾ മത്തായി 25-ാം അധ്യായത്തിൽ തന്നെ കാണുകയുണ്ടായി. ചിലരോട്, പ്രത്യേകിച്ച് ഇടത്തുള്ളവരോടെന്ന് നാം അവിടെ കാണുന്നു. ഇടത്തുള്ളവരോട് രാജാവ് പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ. 25:44 I think. Yeah, 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ. 41 44? 41. 41. Yeah, Matthew 25:41. Yeah, വായിച്ചു തന്നെ. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുകയും. സ്തോത്രം. അന്ന് ജീവിച്ചിരുന്നവരാണ്. യേശുക്രിസ്തു എന്ന രാജാവിനെ മുഖാമുഖം കണ്ടവരാണ്. പക്ഷെ അവർക്ക്
ദൈവരാജ്യത്തിലേക്ക്, ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം ലഭിക്കുന്നില്ല. That means no unsaved persons will become the citizens of the millennium. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിൽ ദൈവമക്കളല്ലാത്തവർക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർക്കെന്ന് പറയാം, പ്രവേശനമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. സ്തോത്രം. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മത്തായി 25:41 വാക്യത്തിൽ. മത്തായി 18:3, മാത്യു 18:3, 18:3. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. സ്തോത്രം. ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ശിശുക്കളെ പോലെ ആയി തീരണം, വീണ്ടും ജനിക്കേണ്ടതുണ്ട്. യോഹന്നാൻ 3:3 നമുക്കറിയാം, പുതുതായി ജനിക്കണം, അക്ഷരികമായ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പോലും പ്രവേശിപ്പാൻ. അതുകൂടാതെ പഴയ നിയമത്തിലുള്ള ഭാഗങ്ങളാണ് ഐശയ്യാ 35, യെശയ്യാവ് 35 അധ്യായം, ജെറമായ 31, 33 and 34, യിരെമ്യാവ് 31:33, 34 വാക്യങ്ങൾ, എസേക്കിയേൽ 20 verses 37 and 38, യെഹെസ്കേൽ 20 37, 38, സെഖരായ 13 verse 9, സെഖരിയാവ് 13:9. അപ്പോൾ ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് ഈ ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് പോലും യോഗ്യതയുണ്ട്. എല്ലാവരെയും അവിടേക്ക് കയറ്റിവിടുന്നില്ല. സ്തോത്രം. ഇന്ന് പലരും ചിന്തിക്കുന്നത് പോലെ, പലരും തെറ്റായി പഠിപ്പിക്കുന്നത് പോലെ, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാ മരിച്ചത്, അതുകൊണ്ട് എല്ലാവർക്കും കൂടോടെ പ്രവേശനമുണ്ട്. ഇല്ല, വളരെ വ്യക്തതയോടെ നാം ഇവിടെ കാണുന്നു, എല്ലാവർക്കും പ്രവേശനമില്ല. ഇനിയും കർത്താവിന്റെ അടുക്കലേക്ക് വരാഞ്ഞിട്ടാണോ? അല്ലല്ലോ. മത്തായി 7:21 വരെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ അടുക്കൽ വന്ന് വാതിലിൽ മുട്ടുകയാ. എന്നിട്ട് പറയുന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇന്നതുപോലൊക്കെ ചെയ്തു. എന്നിട്ടും എല്ലാവരെയും അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നൊന്നുമില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ സഹസ്രാബ്ദ വാഴ്ചയിൽ പോലും പ്രവേശിക്കുന്നതിന് ഇങ്ങനെ യോഗ്യതകൾ ആവശ്യമുണ്ടെങ്കിൽ, കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് എത്രയധികം നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. സ്തോത്രം. ഒരുക്കേണ്ടതുണ്ട്. ഇന്നത്തെ പല പഠിപ്പീരുകളും യേശുവിൽ അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി, യേശു നമ്മളെ അങ്ങ് കൊണ്ടുപോകും, യേശുവിന്റെ നീതി നമ്മുടെ പേരിൽ അങ്ങ് കണക്കിട്ടിരിക്കുക, നമ്മളൊന്നും ചെയ്തിട്ടല്ല. ശരിയാ, അതിൽ നിന്ന് പലരും തെറ്റായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. യേശുവിൽ വിശ്വസിച്ചാൽ മതി, ജയജീവിതം നയിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കർത്താവിന്റെ ജയവും നീതിയും ഒക്കെ നമ്മുടെ പേരിൽ കണക്കിട്ട് നമ്മുടെ വേണ്ടാതനത്തെയൊക്കെ അങ്ങ് മറച്ച് ദൈവം നമ്മളെ അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. അല്ല, ഈ ഭാഗങ്ങൾ തന്നെ
ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിലേക്ക്, സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശനമില്ല. ഇങ്ങനെയുള്ളവർ അവിടുത്തെ പൗരന്മാരായിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കും. ഇനി നമുക്ക് പോസിറ്റീവായിട്ട് നോക്കാം. This was a negative approach who will not be the members or citizens of millennium. Now we can see who all will be. ആർക്ക് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും? സ്തോത്രം. ആർക്ക് സാധിക്കും? ഒന്ന്, the saved or the restored Israel. രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുന്ന ഇസ്രായേൽ മുഴുവനും അതിലേക്ക് പ്രവേശിക്കും. ഇസ്രായേൽ മുഴുവനും. അതുപോലെ തന്നെ, അതായത് നമ്മൾ അവരെ കുറിച്ച് കണ്ടു, സഹസ്രാബ്ദ കാലത്ത് ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരിക്കുന്ന പൗരന്മാർ, അതിൽ പ്രധാനപ്പെട്ട ഭാഗം ട്രിബുലേഷൻ, മഹാപീഡനം തരണം ചെയ്യുന്ന ഇസ്രായേല്യരാണ് എന്ന്. All the Israelites who would come across or who will be spared during the tribulation will directly enter into Christ's millennium. സഹസ്രാബ്ദ വാഴ്ചയെ മഹാപീഡന കാലത്തെ തരണം ചെയ്യുന്ന ഇസ്രായേല്യരെല്ലാവരും ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതായി നമുക്ക് കാണാം. നമ്മൾ യെശയ്യാ 63 അധ്യായം തന്നെ അതിന് ഉദാഹരണമായി കണ്ടിട്ടുണ്ട്. ഐശയ്യാ ചാപ്റ്റർ 63, റെവലേഷൻ 1:7, വെളിപ്പാട് 1:7. ഇങ്ങനെയുള്ള പല ഭാഗങ്ങളും ക്രിസ്തു തൻ്റെ സഭയുമായി തേജസ്സോടെ മടങ്ങി വരുമ്പോൾ, മഹാപീഡനകാലത്തിന്റെ ഒടുവിൽ ജീവനോടിരിക്കുന്ന എല്ലാ ഇസ്രായേല്യരും ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കും. That is about the final restoration of Israel. നമ്മളത് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടു. ഇസ്രായേലിന്റെ അന്തിമമായ വീണ്ടെടുപ്പായിരിക്കും അത്, the final restoration. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ അന്ന് ശരീരത്തിൽ ജീവനോടിരിക്കുന്നവർ മാത്രം. ഹോശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹോശയ്യ പിന്നെയും പിന്നെയും പോയി വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സ്ത്രീയെ പുനർവിവാഹം കഴിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. As in Hosea, we see, as Hosea was going after the adulterous wife and bringing and marrying her over and over again, God will also do the same with Israel, and finally they will become God's own, and they will no more be
wandering away from God. ദൈവത്തിൽ നിന്നും അവർ മാറിപ്പോകാതെ എന്നേക്കുമായി ദൈവത്തിന്റെ വകയായി അവർ തീരുന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. സ്തോത്രം. ഐശയ്യ 54:1-17, യെശയ്യാ 54:1-17 വരെ. ഓൾസോ ഹോശയ 2:14-23, ഹോശയ 2:14 മുതൽ 23 വരെ. പിന്നെ നാം കാണുന്നത് എ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ്. ദേ ആർ the tribulation Gentiles. The tribulation Gentiles. Or even we can say the Old Testament and the tribulation Gentiles. പഴയ നിയമകാലത്തും മഹാപീഡനകാലത്തും വിഗ്രഹാരാധനയ്ക്ക്, എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് കൂട്ടുനിൽക്കാതിരുന്ന ജാതികളായിട്ടുള്ളവർ. ഐശയ്യ 2:4, യെശയ്യാ 2:4, 11:12, 11:12, and Matthew 25:31 following. മത്തായി 25:31 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം നാം കാണുന്നത് എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കാതിരുന്ന, അവന്റെ ബിംബത്തെ നമസ്കരിക്കാതിരുന്ന, അവന്റെ മുദ്ര ഏൽക്കാതിരുന്ന ഇസ്രായേല്യരല്ലാത്തവരെയും പിന്നെ ഇസ്രായേലിനെ സഹായിച്ചിട്ടുള്ള ജാതികളെയും കർത്താവ് സഹസ്രാബ്ദത്തിലേക്ക് നേരിട്ട് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ പ്രധാനമായും ഈ 2 കൂട്ടരാണ്. ശരീരത്തിൽ വസിക്കുന്നവരായിരിക്കും അവിടുത്തെ പ്രജകൾ. ബാക്കി പുനരുത്ഥാനം പ്രാപിച്ചവർ അവിടുത്തെ പ്രജകളായിരിക്കില്ല, ഭരണാധിപന്മാരായിരിക്കും. നമ്മളിപ്പോൾ വെളിപ്പാട് 20:4 വാക്യത്തിൽ കണ്ടല്ലോ, അവർ ഉയർത്തെഴുന്നേറ്റ് അല്ലെ ജീവിച്ചെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാരാകട്ടെ പുതിയ നിയമ വിശുദ്ധന്മാരാകട്ടെ, യഹൂദന്മാരിൽ നിന്നുള്ളവരാകട്ടെ ജാതികളിൽ നിന്നുള്ളവരാകട്ടെ സഭയിൽ നിന്നുള്ളവരാകട്ടെ, അവരാരും പ്രജകളായിരിക്കില്ല, അവർ കർത്താവിനോടുകൂടെ വാഴുന്നവരായിരിക്കും, നാടുവാഴികൾ. അതാണ് നാം മനസ്സിലാക്കുന്നത്. ഇൻ ഷോർട്ട്, the citizens of the millennial kingdom will be people from both Israel and Gentiles, Greeks, but living in physical body. ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന ഇസ്രായേല്യരും ജാതികളും ഉൾപ്പെട്ടവരാണ് സഹസ്രാബ്ദത്തിലെ പ്രജകൾ. വ്യക്തമായിരിക്കുമല്ലോ. സ്തോത്രം. നമുക്ക് കർത്താവിനോട് കൂടെ നാടുവാഴികളായി വാഴുവാനുള്ള അവസരമുള്ളത് കൊണ്ട് ആ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് നോക്കിപ്പാർക്കാം. മണവാളനായ ക്രിസ്തു എത്രയും താമസം വിന വരും, നമ്മെ തന്നോട് അനുരൂപരാക്കി തീർക്കും. കർത്താവിനോടൊപ്പമുള്ള നിത്യതയ്ക്കായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.